Dear students, we are in the next stage of preparing fund flow statement, that is calculation of fund from operation. Fund from operation is the profit from operating activities. If there is operating profit or net profit, it should be treated as a source of fund in fund flow statement. So this amount should be calculated by this stage. Okay, then and also if there is operating loss or net loss, it is treated as an application of fund in fund flow statement, that is fund lost in operation. Operating profit is called fund from operation, operating loss is called fund lost in operation. We have to calculate either fund from operation or fund lost in operation, and it is shown in the fund flow statement. Okay, then for finding fund from operation, generally the source of fund is sales. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള പ്രോഫിറ്റിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിൽസ്, ആൻഡ് ദ അപ്ലിക്കേഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, ഇഫ് ദർ ഈസ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ, ഒരു കമ്പനിയിൽ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമുള്ളൂ എന്ന് വിചാരിക്കാം, നമുക്ക് തന്ന ഡീറ്റെയിൽസിൽ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ദാറ്റ് ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ആ നെറ്റ് പ്രോഫിറ്റ്, കാരണം ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ള രീതിയിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആൻഡ് ഓൾസോ നെറ്റ് ലോസ് ആണ് തരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ. ദേ ആർ ഓപ്പോസിറ്റ്. ഓക്കെ, ഇഫ് ദർ ഈസ് നെറ്റ് ലോസ്, ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഏത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ഇഫ് ദർ ഈസ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ. സാധാരണ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് കേസ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിൻ്റ് പറയുന്നത്. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമാണ് എങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ഇഫ് ദർ ആർ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓർ ഇൻകംസ്, ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലാതെ ഇഫ് ദർ ആർ നോൺ ഫണ്ട് ഐറ്റംസ്, ഫണ്ട് ഇൻവോൾവ് ചെയ്യാത്ത ഐറ്റംസ് അല്ലേ, നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ഓഫ് ഫണ്ട്, അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ലാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഓക്കെ, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫണ്ട് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ക്യാഷ് എന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്താൽ മതി. ക്യാഷ് കൊടുക്കാത്ത, ക്യാഷ് വാങ്ങാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം, ഓപ്പറേഷനുമായി ബന്ധമില്ലാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ടേക്കൺ ആസ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇൻകം ടാക്സ് പെയ്ഡ് ക്യാഷ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോൺ ഓപ്പറേറ്റിംഗ്. ദെൻ ടാക്സ് പ്രൊവിഷന് ക്യാഷ് കൊടുക്കുന്നില്ല. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ഇതിലൊന്നും ക്യാഷ് കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ദെൻ the net profit or net loss should be adjusted to calculate fund from operation. ഈ സാഹചര്യത്തിൽ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഈസ് ടു ബി അഡ്ജസ്റ്റഡ്. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയാം. ഓക്കെ, ഫസ്റ്റ്ലി എന്താണ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എന്ന് പറയാം. എക്സ്പെൻസസ് നോട്ട് ഇൻവോൾവിങ് ക്യാഷ് പേയ്മെൻറ്റ് അല്ലേ, ക്യാഷ് ഇൻവോൾവ് ചെയ്യാത്ത, നോൺ ഫണ്ട്, ക്യാഷായി ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ക്യാഷ് ഇൻവോൾവ് ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് ഓർ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്, ഓപ്പറേഷനുമായി ബന്ധമില്ലാത്ത ഐറ്റംസ് അല്ലേ. ഇപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഐറ്റം എന്താണ്? അത് ഓപ്പറേറ്റിംഗ് ഇൻകമോ എക്സ്പെൻസോ അല്ല, പകരം അത് കിട്ടിയ ലാഭം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഡിവിഡൻഡ് ഈസ് എ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഡിപ്രീസിയേഷൻ്റെ പ്രത്യേകത ക്യാഷ് കൊടുക്കുന്നില്ല. ടാക്സ് പ്രൊവിഷനാണ്, നോ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, നമ്മൾ കുറേ ലോസുകൾ റൈറ്റ് ഓഫ് ചെയ്യാം. ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്, ഇതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാണ്, നോ ക്യാഷ് ഇൻവോൾവ്. പ്രൊപ്പോസ്ഡ്
ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ, പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല അല്ലേ. ദർ ഈസ് ഓൺലി എ ട്രാൻസ്ഫർ ഫ്രം പ്രോഫിറ്റ് ടു അല്ലേ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയറിൻ്റെ പ്രത്യേകത ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഡിസ്കൗണ്ടിൻ്റെ പ്രത്യേകത അത് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. ദെൻ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവിലേക്ക് മാറ്റി വെക്കുക. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് വിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ അതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം കൂടിയാണ്. ഓക്കെ, ഇത്തരം ട്രാൻസാക്ഷൻസ് ആണ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നോട്ട് ഇൻവോൾവിങ് ക്യാഷ് റിസിപ്റ്റ് ഓർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലേ. ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലാത്തത്, ക്യാഷ് ഇല്ലാത്തതിനെയാണ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിവിഡൻഡ് റിസീവ്ഡ്, ക്യാഷ് കിട്ടുന്നുണ്ട് പക്ഷേ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ്ഡ്, ക്യാഷ് കിട്ടുന്നുണ്ട് പക്ഷേ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ദെൻ എക്സസ് പ്രൊവിഷൻ ഫോർ ടാക്സ് റീഫണ്ടഡ്. നമ്മൾ ഇൻകം ടാക്സ് കൊടുത്തത് എക്സസ് ആണെങ്കിൽ ഗവൺമെൻറ് നമുക്ക് തിരിച്ചു തരും. ഇൻകം ടാക്സ് റീഫണ്ടിൽ ക്യാഷ് കിട്ടുന്നുണ്ട് പക്ഷേ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഐറ്റം അത് ഓപ്പറേറ്റിംഗ് ഐറ്റം അല്ല. ഓക്കെ, ഇത്തരം ഐറ്റംസാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് fund from operation. There are different methods for calculating fund from operation, and the first method that we will discuss here is direct method. Okay, here consider only cash operating transactions. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കാം. വി കൺസിഡർ ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഫൈൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ആ ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുക, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യുക, ബാക്കിയുള്ളതായിരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഒരു ഫോർമാറ്റ് പറയാം. ഫസ്റ്റ് വി വിൽ ഷോ നെറ്റ് സെയിൽസ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണല്ലോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് സെയിൽസ് എഴുതുക. ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് മീൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുക. ദെൻ ലെസ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എഴുതരുത്, ക്യാഷ് ഇൻവോൾവ് ചെയ്യുന്ന എക്സ്പെൻസസ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ദെൻ ദ ബാലൻസ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ദിസ് ഈസ് ഡയറക്റ്റ് മെത്തേഡ്. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് മെത്തേഡിൽ ആകെ നമ്മൾ കൺസിഡർ ചെയ്യുക സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറയാം. സെയിൽസ് 10 lakh, പർച്ചേസ് 6 lakhs, ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh, സാലറി 1 lakh, റെൻറ്റ് 50,000, ക്ലോസിംഗ് സ്റ്റോക്ക് 2 lakhs, ഡിപ്രീസിയേഷൻ 42,000, provision for tax 28,000, net profit for the year 2,80,000. Calculate fund from operation under direct method. Direct method fund from operation calculate ചെയ്യണം. Here under direct method we consider only cash transactions and operating items only. ഏതൊക്കെ കൺസിഡർ ചെയ്യും? സെയിൽസ്, ഇറ്റ് ഈസ് അവർ ജനറൽ റവന്യൂ. ഓക്കെ, സെയിൽസ് കൺസിഡർ ചെയ്യും. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഏതൊക്കെ പരിഗണിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയി. ദെൻ നെക്സ്റ്റ് ലെസ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഏതൊക്കെയാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? ഓക്കെ, ഏതൊക്കെയാണ്? സാലറി ഈസ് എ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ. റെൻറ്റ് ഈസ് എ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ ക്യാഷ് ഓപ്പറേറ്റിംഗ് ഐറ്റം ആണോ? അല്ല, നോൺ ക്യാഷ് ഐറ്റമാണ്. ഡിപ്രീസിയേഷൻ എടുക്കരുത്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ്. എന്താണ് ഐറ്റം? പ്രൊവിഷനാണ്, കൊടുക്കുന്നില്ല അല്ലേ, അത് ഓപ്പറേറ്റിംഗ് ഐറ്റവുമല്ല. പ്രൊവിഷൻ ഫോർ ടാക്സ് ക്യാഷ് ഓപ്പറേറ്റിംഗ് ഐറ്റം അല്ല. കഴിഞ്ഞു. ഈ ഐറ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് സെയിൽസ്. ഓക്കെ, നെറ്റ് സെയിൽസ് എഴുതും. ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യും. ദെൻ ലെസ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സാലറി റെൻറ്റ് രണ്ടും ആഡ് ചെയ്ത് ലെസ് ചെയ്യും. ദെൻ
the balancing figure is taken as fund from operation. Okay, then നെറ്റ് സെയിൽസ് ഇവിടെ എത്രയാണ് വരിക? 10 lakhs. നെറ്റ് സെയിൽസ് 10 lakhs ലെസ് കോസ്റ്റ് ഓഫ് സെയിൽസ് 5 lakhs. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh, പർച്ചേസ് 6 lakh, 1 + 6 7, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 2, ബാലൻസ് 5. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസ് 5 lakh ലെസ് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാണ് വരിക? സാലറി 1 lakh, ദെൻ റെൻറ്റ് 50,000, ടോട്ടൽ 1,50,000 ലെസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 10ൽ നിന്ന് 5 ലക്ഷവും 1,50,000 ലെസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ 3,50,000. ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. Okay, this is direct method for calculating fund from operation. Then we will discuss indirect method in our next video. Okay, thank you very much.